ഹായ് ഫ്രണ്ട്സ്, കാട്ടക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഒരു പേപ്പർ ബാഗാണ്. അതെങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10x10 സൈസ് വരുന്ന ഒരു പേപ്പർ ബാഗാണ്. അപ്പോൾ ഈ പേപ്പർ ബാഗിൻ്റെ സെയിം സൈസിലാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പേപ്പർ ബാഗ്. അപ്പോൾ അതിൻ്റെ പേപ്പറിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനാണ് ഞാനിപ്പോൾ ഈ ബാഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ് വരുന്നത്. അതേപോലെ തന്നെ സൈഡ് വിഡ്ത്ത് 4 ഇഞ്ചും. അപ്പോൾ രണ്ട് ഫ്രണ്ട് വിഡ്ത്തും അതേപോലെ തന്നെ രണ്ട് സൈഡ് വിഡ്ത്ത് പ്ലസ് ഫ്രണ്ട് ഫ്ലാപ്പിന് യൂസ് ചെയ്യുന്ന 1 ഇഞ്ചുമാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അതായത് പേപ്പറിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ ലെങ്ത്ത് വന്നിട്ട് രണ്ട് ഫ്രണ്ട് വിഡ്ത്തും പിന്നെ രണ്ട് സൈഡ് വിഡ്ത്ത് പ്ലസ് ഫ്ലാപ്പ് ഒട്ടിക്കുക, അതായത് ജോയിൻറ്റ് ചെയ്യുന്ന പോർഷനും അതും കൂടി കൂടുമ്പോഴാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 2 10 അപ്പോൾ 20 ഇഞ്ച് പ്ലസ് 4 പ്ലസ് 4 അതായത് 8 ഇഞ്ച്. പിന്നെ നമ്മൾ ഫ്ലാപ്പ് ഒട്ടിക്കാൻ 1 ഇഞ്ചും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഷേപ്പ് ഷീറ്റിൻ്റെ ലെങ്ത്ത് കിട്ടി. ഇനി ഹൈറ്റാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന് നമ്മൾ നോക്കുന്നത് പേപ്പർ ബാഗിൻ്റെ ഹൈറ്റ്, അതായത് 10 ഇഞ്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പേപ്പർ ബാഗിൻ്റെ ഹൈറ്റ്. അപ്പോൾ ആ 10 ഇഞ്ച് പ്ലസ് നമ്മൾ സ്കേർട്ട് ചെയ്യുന്ന, അതായത് ഈ ഫോൾഡ് ചെയ്യുന്ന പോർഷൻ അത് 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് പ്ലസ് 1.5 ഇഞ്ച്. പിന്നെ നമ്മളെ ബോട്ടം വിഡ്ത്ത് അത് വന്നിട്ട് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടം വിഡ്ത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ നേരെ സെൻറ്റർ, അതായത് 4 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് എടുക്കുന്നു. പിന്നെ ഫ്ലാപ്പ് ഒട്ടിക്കാൻ ഒരു 1.5 ഇഞ്ചും അധികം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 10 ഇഞ്ച് ഹൈറ്റ്, 1.5 ഇഞ്ച് സ്കേർട്ടിങ്ങിന് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് 3.5 ഇഞ്ച്, അതായത് ബോട്ടം വിഡ്ത്തിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. മൊത്തം 15 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട പേപ്പറിൻ്റെ സൈസ് 29 ഇഞ്ചിക്ക് 15 ഇഞ്ച് ഷീറ്റാണ് വേണ്ടത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി വേണ്ടത് ഇത് ഒട്ടിക്കാനുള്ളൊരു ഗ്ലൂ ആണ്. അപ്പോൾ ഈ ഗ്ലൂ 1 കിലോ ഗ്ലൂവിന് വന്നിട്ട് 90 രൂപയാണ് വരുന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്യാൻ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ടാഗുകളാണ്, ഇതുപോലത്തെ ടാഗുകളാണ്. ഇത് വന്നിട്ട് ജോഡി 2 രൂപ ആ റേഞ്ചിൽ വരുന്ന ടാഗാണ്. പിന്നെ നമ്മൾ ആ ടാഗ് ഇടാനുള്ള ഹോളിന് വേണ്ടി ഒരു പഞ്ചിങ് മെഷീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് പേപ്പറിൻ്റെ 29 ഇഞ്ച് ലെങ്ത്ത് വരുന്നവരുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ 1 ഇഞ്ച് ഞാൻ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. അതായത് നമ്മൾ പേപ്പർ 29 ഇഞ്ചിൻ്റെ 1 ഇഞ്ച് ഞാൻ ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് നേരെ സെൻറ്റർ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഈ പേപ്പറിൻ്റെ മുകളിൽ വശത്തു നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ടാഗ് വരുന്ന പോർഷനാണ്. അപ്പോൾ നമ്മൾ ടാഗ് ഇടുമ്പോൾ കുറച്ചും കൂടി ബലം കിട്ടാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് ചെയ്തു. ഇനി അത് ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഉള്ളിലേക്ക് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തായി ഞാൻ സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ സൈഡ് വിഡ്ത്താണ്. അപ്പോൾ സൈഡ് വിഡ്ത്ത് 4 ഇഞ്ചാണ്. അപ്പോൾ അതിന് നേർ പകുതി 2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മടക്കി എടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഇതേപോലെ 2 സൈഡും മടക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സൈഡെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സൈഡൊന്ന് ഉള്ളിലേക്ക് പുള്ളി ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതായത് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് മടക്ക് കിട്ടും. അതിങ്ങനെ മടക്കി എടുക്കുകയാണ് വേണ്ടത്. അതേപോലെ 2 സൈഡും ഒരേപോലെ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ ബോട്ടം വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് വിഡ്ത്ത് പ്ലസ് ഫ്ലാപ്പിന് വേണ്ടി ഒരു 1.5 ഇഞ്ച് അധികം എടുക്കുക. അപ്പോൾ മൊത്തം 5.5 ഇഞ്ച് ആണ് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്യുന്നത്. ബോട്ടം ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 5.5 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് നമ്മളെ സൈഡ് വിഡ്ത്താണ്, അതായത് 4 ഇഞ്ചാണ് നമ്മൾ സൈഡ് വിഡ്ത്ത് വരുന്നത്. അതിൻ്റെ സെൻറ്റർ പോർഷൻ 2 ഇഞ്ച് അത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. അത് ഈ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഉള്ളിലേക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് പ്രസ് ചെയ്തു. അപ്പോൾ ഉള്ളിൽ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പ് കിട്ടി. അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈഡിലും അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഒരേപോലെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഉള്ളിൽ കാണുന്ന ലൈനിനോട് കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ച് ഇത് ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. നമ്മളൊരു സൈഡ് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ 4 സൈഡിലും ഇതേപോലെ ലൈൻ സ്ട്രെയിറ്റ് പിടിച്ച് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം. അപ്പോൾ നമ്മളൊരു സൈഡ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡും അതേപോലെ ആ ലൈൻ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിൽ നമ്മൾ കറക്റ്റ് ആ ലൈനോട് സ്ട്രെയിറ്റ് പിടിച്ച് ഫോൾഡ് ചെയ്തു. ഇനി ഇത് ഉള്ളിലേക്ക് മടക്കുക. അതേപോലെ തന്നെ മുകൾവശം ഉള്ളിലേക്ക് മടക്കിയെടുക്കുകയാണ് വേണ്ടത്. ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. അത് നമ്മൾ ടോപ്പിൽ വരുന്ന പോർഷനിൽ മാത്രം മുകളിലും ഇതേപോലെ കവർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടോപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെ ഒരു ലൈനാക്കി എടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ ഒട്ടിച്ച പോലെ തന്നെ ഇവിടെ ഒട്ടിക്കുക. എന്നിട്ട് ആ ഫ്ലാപ്പിൻ്റെ അടിയിലും ഒട്ടിക്കുക. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ടാഗിനുള്ള ഹോൾ ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടാഗിനുള്ള ഹോൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ടാഗ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടരികിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.